മാസങ്ങളായി അവൻ അമ്മയെ കണ്ടിട്ട്. വരുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്ത് നിറയെ വിശേഷങ്ങൾ പറയേണ്ടതായിരുന്നു. ചേട്ടന്റെ കൈപിടിച്ചല്ലാതെ ഇതുവരെ അവൻ എവിടെയും പോയിരുന്നില്ല. എന്തിനുമേതിനും കൂടെയുണ്ടായിരുന്ന ചേട്ടൻ കഴിഞ്ഞ 2 ദിവസമായി തണുത്ത് മരവിച്ച് ആ ഇരുട്ടുമുറിയിലാണ്. വിമാനത്താവളത്തിന്റെ ചില്ലുവാതിലിനപ്പുറം അമ്മയെ കണ്ടപ്പോൾ ആശ്വാസമായിരുന്നില്ല അവന്. നെഞ്ചു പിളരുന്ന വേദനയായിരുന്നു. ജീവിതം ഒരു കരയ്ക്കടുപ്പിക്കേണ്ടിയിരുന്നു. അത്രമേൽ കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കിയത്. തൊഴിലുറപ്പ് ജോലിയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഒന്നുമായില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്തിരിയില്ലാത്ത 2 കുട്ടികളെ നാട്ടിലാക്കി അമ്മ 7ാം കടലിനക്കരെ ജോലി തേടിപ്പോയത്. വീട് വെക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പോയത് പുള്ളിക്കാറ്റായി ആയിരുന്നു പ്രതീക്ഷ. ആക്റ്റീവ് ആശാന് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവിടെയൊക്കെ ആണെങ്കിൽ മുളക് പറിക്കാനായാലും മാങ്ങ പറിക്കാനും എല്ലാം ചാഴിയും കയറും. ഇച്ചിരി എല്ലാത്തിനും ഇച്ചിരി മുന്നിട്ട് നിൽക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ആരുടെ നല്ല ഭാവിയാണോ സ്വപ്നം കണ്ടത് അവനിന്നില്ല. മൂത്ത മകൻ ഈ ലോകത്തില്ലെന്ന കാര്യം ആരും അമ്മയോട് പറഞ്ഞിട്ടില്ല. ആ പകച്ച കണ്ണുകളിൽ നിന്ന് അരുതാത്തതെന്തോ നടന്നുവെന്ന് അവർ മനസ്സിലാക്കിയെന്നുറപ്പിക്കാം. ആ വലിയ സത്യം വാക്കുകളേതുമേ ആവശ്യമില്ലാതെ അവർ തിരിച്ചറിഞ്ഞു കാണും. അമ്മയാണ് പിടഞ്ഞു മരിച്ച ഒരു മകന്റെ അമ്മ. പേറ്റുനോവറിഞ്ഞ അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിന് അപകടം പറ്റിയെന്നറിയാൻ ആരും പറയേണ്ടതില്ലല്ലോ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.